നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് CABG അന്യൂറിസം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ഇൻ കാർഡിയോവാസ്കുലർ സർജൻ ഡോക്ടർ ജോൺ EV ആണ്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, ഈ CABG അന്യൂറിസം, വാൽവ് സർജറീസ് ഒക്കെ അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള ഏത് പ്രശ്നവും വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. ഈ അയോട്ടിക് സർജറി, ഡോക്ടർ അയോട്ടിക് സർജറിയുടെ സ്പെഷ്യാലിറ്റി എന്നുള്ള നിലയിൽ തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ അയോട്ടിക് അന്യൂറിസം? അത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണോ? അത് അയോട്ടിക് അന്യൂറിസം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അയോട്ട എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന മഹാധമനി അല്ലെങ്കിൽ ഏറ്റവും വലിയ രക്തക്കുഴലാണ് അയോട്ട എന്ന് പറയുന്നത്. ഈ അയോട്ടയിലൂടെ ഒരു മിനിറ്റിൽ ഏതാണ്ട് 5 ലിറ്ററോളം ബ്ലഡ്, അതായത് ശരീരത്തിലെ മുഴുവൻ ബ്ലഡും പമ്പ് ചെയ്യപ്പെടുകയാണ് ഒരു കാർഡിയക് സൈക്കിളിൽ. അപ്പോൾ ഈ രക്തക്കുഴലിൻ്റെ ഭിത്തികളിൽ ബ്ലഡ് പ്രഷർ എപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതെ. ഈ അന്യൂറിസം എന്ന് പറയുന്നത് ഈ ഭിത്തികൾക്കുണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് കൊണ്ട് ആ ഭിത്തികൾ വീർത്തു വരികയാണ്. അതെ. അപ്പോൾ ഒരു അയോട്ടയിൽ ഉണ്ടാകുന്ന ഒരു മുഴ എന്ന് പറയാം, പക്ഷെ അതൊരു ബലൂൺ പോലെ വീർത്തു വരുന്നതിനെയാണ് അന്യൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയോട്ട എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന അറയിൽ നിന്ന് തുടങ്ങി നമ്മുടെ ചെസ്റ്റിൻ്റെ മധ്യഭാഗത്തൂടെ തിരിഞ്ഞ് നെഞ്ചിനുള്ളിലേക്ക് പോയി പിന്നെ ഉദരഭാഗത്തേക്ക് പോകുന്ന ഒരു രക്തക്കുഴലാണ്. ഈ പോകുന്ന വഴിയിലെല്ലാം പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിലൂടെ, ശാഖകളിൽ കൂടെ ഇത് ശരീരത്തിൻ്റെ നാനാഭാഗത്തേക്കും രക്തം എത്തിക്കുന്നത്. അതുപോലെ അത് ഉദരഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ, വയറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കുടലിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള രക്തം നൽകി കഴിഞ്ഞതിന് ശേഷം രണ്ടായി പിരിഞ്ഞ് 2 കാലുകളിലേക്കും പോകുന്നു. ഇതാണ് അയോട്ടയുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഈ അന്യൂറിസം അയോട്ടയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ ഉണ്ടാവാം. അതെ, ഏത് ഭാഗത്ത് വേണമെങ്കിൽ ഉണ്ടാവാം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് അയോട്ടിക് റൂട്ട് എന്ന് പറയുന്ന ഭാഗത്തുണ്ടാവാം. അതിനാണ് അയോട്ടിക് റൂട്ട് അന്യൂറിസം എന്ന് പറയുന്നത്. ഈ വളഞ്ഞു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞ ഭാഗത്ത് അത് അയോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ആർച്ച് ഓഫ് അയോട്ട എന്ന് പറയും. ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ ബ്രെയിനിലേക്കും കൈകളിലേക്കും ഉള്ള രക്തക്കുഴലുകൾ പുറം. അപ്പോൾ ഇവിടെ അന്യൂറിസം ഉണ്ടാവാം. അല്ലെങ്കിൽ താഴോട്ട് വരുന്ന ഡിസെൻഡിങ് അയോട്ട എന്ന് പറയുന്ന ഭാഗത്തുണ്ടാവാം, അബ്ഡോമിനൽ അയോട്ട എന്ന് പറയുന്ന ഭാഗത്തുണ്ടാവാം. അപ്പോൾ ഇതാണ് ജനറലി ഈ അസുഖത്തിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. സാർ, ഈ അന്യൂറിസം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കപ്പെടാറ്? പേഷ്യൻ്റ് എന്തൊക്കെ സിംറ്റംസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്? ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അയോട്ട എന്ന് പറയുന്ന രക്തക്കുഴലിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു കൂടെയും കടന്നു പോകുന്നു. അപ്പോൾ ഇത് എവിടെയാണ് അന്യൂറിസം ഉണ്ടാകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് രോഗലക്ഷണങ്ങൾ മാറ്റമുണ്ടാകും. ഇപ്പോൾ ഇപ്പം നെഞ്ചിലാണ് ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക, അപ്പോൾ നെഞ്ചുവേദന ഉണ്ടാകാം. വയറിലാണ് ഉണ്ടാകുന്നതെങ്കിൽ വയറുവേദന ഉണ്ടാകാം. പിന്നെ ഇത് അയോട്ട നൽകുന്ന ശാഖകളിൽ ഏതിനെങ്കിലും ഈ അന്യൂറിസം കാരണം എന്തെങ്കിലും മാറ്റങ്ങളോ പ്രഷറോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ കയ്യിലേക്കുള്ള രക്തക്കുഴലിൽ അടഞ്ഞു പോവുകയാണെങ്കിൽ കയ്യിൽ വേദന ഉണ്ടാകാം. അതല്ലെങ്കിൽ ഇപ്പം ലിവറിലേക്കോ അല്ലെങ്കിൽ കുടലിലേക്കുള്ള രക്തക്കുഴലുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്കാനിങ് ആണ് ആവശ്യം. അതെ. സാധാരണ ഇപ്പോൾ വൈറലാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. ഈ അൾട്രാസൗണ്ട് സ്കാനിൽ ഒരുവിധം അന്യൂറിസങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒരു CT സ്കാനാണ്. CT അയോട്ടോഗ്രാം എന്ന് പറയും. അതായത് നമ്മൾ അയോട്ടയെ ഒരു എക്സ്റേയിൽ കാണിക്കത്തക്ക വിധം ഉള്ള ഒരു ഡൈ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ഒരു CT സ്കാൻ ചെയ്യുന്നതിനാണ് CT അയോട്ടോഗ്രാം എന്ന് പറയുന്നത്. ഈ CT അയോട്ടോഗ്രാമിൽ അയോട്ടയുടെ സ്ട്രക്ചറും ഈ ന്യൂറസത്തിൻ്റെ സൈസും അതിൻ്റെ എക്സ്റ്റൻറ്റും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഓപ്പറേഷന് മുമ്പ് അത്യാവശ്യം വേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ. തീർച്ചയായിട്ടും സാർ, ഇത് എന്തുകൊണ്ട് ഏതൊരു അസുഖം നമ്മൾ എടുക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഹൃദ്രോഗങ്ങളുടെ കാരണങ്ങൾ എപ്പോഴും ബഹുമുഖങ്ങളാണ്. അതായത് ഒരു കാരണം പറഞ്ഞാൽ ഒരു രോഗമാണ് കൊണ്ട് ഈ അസുഖം ഉണ്ടാകുന്നു എന്ന് പറയാൻ നമുക്ക് ഇല്ല. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സാണ് ഇതിൽ പ്രധാനം. നമുക്കറിയാം, ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന കൊറോണറി ആർട്ടറി ഡിസീസിന് പല കാരണങ്ങളുണ്ട്. അതേ കാരണങ്ങൾ തന്നെയാണ് ഏകദേശം അന്യൂറിസത്തിനുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഈ കൊറോണറി ആർട്ടറി ഡിസീസാണ്, CAD കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതുണ്ടാകുന്നത്. രക്തക്കുഴലുകൾ അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ സ്ട്രക്ചർ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഇത് മഹാധമനി ഒരു വലിയ രക്തക്കുഴലാണ്. അപ്പോൾ ആ രക്തക്കുഴലിനെയും ഈ അസുഖങ്ങളെല്ലാം ബാധിക്കാം.
ഇത് കൂടാതെ ചില അസുഖങ്ങളുണ്ട്. നമ്മുടെ രക്തക്കുഴലുകളുടെ ഭിത്തികൾക്ക് വീക്ക്നെസ് ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്. ജന്മനാലുള്ള അസുഖങ്ങളാണ്. ചില സിൻഡ്രോംസ് ഉണ്ട്. ഇപ്പോൾ മാർഫാൻ സിൻഡ്രോം എന്ന് പറയും, എർലോസ് ഡാൻലോസ് സിൻഡ്രോം കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള അസുഖങ്ങളിൽ ഈ ഭിത്തികൾക്ക് വളരെ ശക്തി കുറവാണ്. ജന്മനാൽ തന്നെയുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങളാണ്. ഇതുമൂലം അയോർട്ടയുടെ ഉള്ളിലുള്ള ആ പ്രഷർ അല്ലെങ്കിൽ ആ സമ്മർദ്ദം മൂലം, അത് നോർമലായിട്ട് നമ്മുടെ രക്തസമ്മർദ്ദമാണ്, ആ സമ്മർദ്ദം മൂലം ഈ അയോർട്ടയുടെ ഭിത്തി പതിയെ പതിയെ വീർക്കാനും ഒരു അന്യൂറിസമായി രൂപാന്തരപ്പെടാനും സാധ്യതയുണ്ട്. ഇങ്ങനെ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് പൊട്ടാനും ബ്ലീഡിങ് പുറത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ആന്തരിക അവയവങ്ങളുടെ ഭാഗത്തേക്ക് ഉദരത്തിലേക്കോ അല്ലെങ്കിൽ ശക്തിയായി തന്നെ പുറത്തേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ലിറ്ററോളം ബ്ലഡ് അതിലേക്കൂടെ പോകുന്നുണ്ടെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ധാരാളം രക്തം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.